ഇപ്രാവശ്യത്തെ ബാലൻഡിയോർ ലഭിച്ചതായിരിക്കാം വിനീഷ്യസിനോ അതോ റോഡ്രിക്കോ. ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ചർച്ചകളൊന്നും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവായിട്ടില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളുടെ ചർച്ചകളിൽ നിന്ന് തന്നെ ഒഴിവായിട്ടില്ല. റൊണാൾഡോ 9, ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള താരങ്ങളൊക്കെ വീണ്ടും വീണ്ടും അപ്ഡേഷനുകൾ ഇങ്ങനെ തരികയാണ്. വിനീഷ്യസ് ജൂനിയറിനായിരുന്നു അർഹതപ്പെട്ടത്, റോഡ്രിക്കല്ല അർഹതപ്പെട്ടത്, റോഡ്രിക്ക് കൊടുക്കേണ്ടതല്ലായിരുന്നു, വിനീഷ്യസിന് ഫിഫ ബെസ്റ്റ് കിട്ടിയില്ലേ, അങ്ങനെ പല അടകൾ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ സോക്കർ അവാർഡ് വെച്ചിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്ത് വിനീഷ്യസിനെ മുന്നിൽ നിർത്തിയിട്ട്, അതുപോലെ അങ്ങനെ പല താരങ്ങൾ ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ സജീവമാണ് മാധ്യമങ്ങളിലൊക്കെ അല്ലേ. ഇപ്പോൾ ഇതാ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു സംസാരം ഗ്ലോബൽ സോക്കർ അവാർഡ് വേദിയിൽ വെച്ചിട്ട് സംസാരിച്ചതിൻ്റെ, അതായത് റോഡ്രിക്ക് എങ്ങനെയാണ് അവാർഡ് കിട്ടിയത് എങ്ങനെ അറിയില്ല, വിനീഷ്യസ് ജൂനിയറിനായിരുന്നു അർഹതപ്പെട്ടത്, അങ്ങനെ വാലണ്ടിയോറിൻ്റെ ഒരു താത്തിലുള്ള സംസാരം ആൾറെഡി റൊണാൾഡോ കുറച്ച് മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. വീണ്ടും വാലണ്ടിയോറിൽ വിശ്വാസമില്ല എന്നുള്ളൊരു സംസാരം അങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ചില്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞു ഗ്ലോബൽ സോക്കർ അവാർഡ് വിനീഷ്യസിന് കൊടുത്തത് കൊണ്ട് ഈ ഒരു അവാർഡിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു 100% വാലണ്ടിയോറിനിട്ട് തട്ടിയതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം റൊണാൾഡോ. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ആയിട്ട് വിനീഷ്യസിനായിരുന്നു അർഹതപ്പെട്ടത് എന്നുള്ളതിന് മറുപടി ആയിട്ട് ഇപ്പോൾ വാലണ്ടിയോർ ജേതാവ്, ഒറിജിനൽ ജേതാവിൻ്റെ ഇപ്പോൾ രംഗത്ത് വന്നിക്കുകയാണ് നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ്. വിനീഷ്യസ് ജൂനിയർ ആണ് വാലണ്ടിയോറിന് അർഹനെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് അതിശയകരമാണ്. കാരണം ഈ ഒരു അവാർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിജയിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നുവെന്നും മറ്റാരേക്കാളും നന്നായിട്ട് റൊണാൾഡോക്ക് അറിയാം. ഈ ഒരു വോട്ടിങ്ങിൽ ജേർണലിസ്റ്റുകൾ എന്നെയാണ് തിരഞ്ഞെടുത്തത്, വോട്ട് ചെയ്തിട്ട് എന്നെയാണ് വിന്നറായിട്ട് പ്രഖ്യാപിച്ചത്. ഒരു പക്ഷേ കഴിഞ്ഞ ഈ സെയിം ജേർണലിസ്റ്റുകൾ തന്നെയായിരിക്കാം പല പ്രാവശ്യവും ഈ ഒരു റൊണാൾഡോയെയും ഈ ഒരു വിന്നറായിട്ട്, അതുപോലെ ഈ വാലണ്ടിയോർ വിന്നറായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളത്. അതായത് ഇന്നെ തിരഞ്ഞെടുത്ത അതേ ആൾക്കാർ തന്നെയാണ് റൊണാൾഡോനെയും പല ഘട്ടങ്ങളിലായിട്ട് വിന്നറായിട്ട് തിരഞ്ഞെടുത്തത് എന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു തെറ്റായ തീരുമാനമാണ് എങ്കിൽ റൊണാൾഡോക്കൊക്കെ മുന്നേ കിട്ടിയതൊക്കെ തെറ്റായ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൊണാൾഡോക്ക് വാലണ്ടിയോറിൽ വിശ്വാസമില്ല എന്നുള്ളത് നമുക്കിപ്പോൾ റീസെൻ്റ്ലി കുറച്ചുള്ള മുന്നേയുള്ള ഇയറിലൊക്കെ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായതാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ സംസാരങ്ങളൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ജേർണലിസ്റ്റുകൾ എന്നെ തിരഞ്ഞെടുത്ത മാതിരി തന്നെയാണ് അന്നൊക്കെ റൊണാൾഡോനെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം റോഡ്രി പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നൊരു സംസാരം കൂടി അവസാനം റൊണാൾഡോ കിട്ടുകാണ്ടൊരു തട്ടല്. ഏതായാലും വാലണ്ടിയോറിന്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ചെയ്തിട്ട് അല്ലെങ്കിൽ റോഡ്രിക്കെതിരായിട്ടൊക്കെ രംഗത്ത് ഓരോരുത്തർ വരുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയറിന്റെ കളറാണ് അദ്ദേഹത്തിന് വാലണ്ടിയോർ കിട്ടാൻ നിഷേധിച്ചത് എന്ന് വരെയുള്ള സംസാരങ്ങൾ പല കോണുകളിൽ നിന്നായിട്ട് ഉയരുന്നു. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ സ്വഭാവം കൊണ്ടാണ് അദ്ദേഹത്തിന് വാലണ്ടിയോർ കിട്ടാത്തത് എന്ന് റോഡ്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ച് കഴിഞ്ഞു. കാരണം റൊണാൾഡോ അന്ന് ഗ്ലോബൽ സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് റോഡ്രിയെ പറഞ്ഞതിന്, അല്ലെങ്കിൽ റോഡ്രിക്കല്ല വാലണ്ടിയോർ കിട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞതിനെതിരെ റോഡ്രി ഇപ്പോൾ രംഗത്ത് വന്നിട്ടാണ് എനിക്ക് വോട്ട് ചെയ്ത അതേ ആൾക്കാരനെയാണ് അന്നൊക്കെ ക്രിസ്ത്യാനോക്കും വോട്ട് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.